ഇവിടെ ഒരു പൂച്ച അറിയാതെ ഒരാളുടെ എയർപോർട്ട് വിഴുങ്ങുന്നു. അതിനുശേഷം അത് വാ തുറക്കുമ്പോഴെല്ലാം പാട്ടും ന്യൂസും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ റോബോട്ട് അവിടേക്ക് വന്ന ആ പൂച്ചയെ സ്കാൻ ചെയ്ത് അതിന്റെ വയറ്റിൽ ഒരു ഇലക്ട്രിക് ഡിവൈസ് കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് മസാജ് ചെയ്ത് ആ ഡിവൈസ് പുറത്തെടുക്കാമെന്ന് പറയുന്നു. പേടിച്ചു പോയ പൂച്ച അവിടെ നിന്ന് ഓടുന്നു. എന്നിട്ട് ആ റോബോട്ട് കാണാതെ ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുന്നു. അതിന്റെ വായിൽ നിന്ന് സാഡ് മ്യൂസിക് പ്ലേ ആവുന്നു. അതേസമയം ആ റോബോട്ട് അവിടേക്ക് വരുന്നു. പേടിച്ചു പോയ പൂച്ച അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്ന കപ്പിൾസിനെ പേടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. ആ റോബോട്ടും അതിനെ ഫോളോ ചെയ്യുന്നു. ആ പൂച്ച നേരെ ചെന്നത് പൊളിക്കാനിട്ടിരിക്കുന്ന ഒരു പഴയ ബിൽഡിംഗിലേക്കാണ്. അകത്ത് വന്ന റോബോട്ട് മ്യൂസിക് കേട്ട് പൂച്ചയെ അന്വേഷിക്കുമ്പോൾ അതിനെ ഒരു സ്ഥലത്തും കാണാനില്ല. നോക്കുമ്പോൾ അത് ആ റോബോട്ടിന്റെ പുറകിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. അത് മനസ്സിലാക്കിയ റോബോട്ട് തല പുറകിലേക്ക് തിരിക്കുന്നു. പാനിക്കായ പൂച്ച വലിയൊരു റാക്കിന് മുകളിലേക്ക് ചാടിക്കയറുന്നു. പക്ഷെ അത്രയും ഉയരം കണ്ട് പേടിക്കുകയും ചെയ്യുന്നു. അത് കണ്ട് റോബോട്ട് അതിനെ പേടിക്കണ്ടെന്ന് പറഞ്ഞ് ആ റാക്കിന്റെ സ്ക്രൂ ഊരാൻ തുടങ്ങുന്നു. പക്ഷെ പൂച്ച അതിന് പിടികൊടുക്കാതെ ചാടിപ്പോകുന്നു. പെട്ടെന്ന് പൂച്ചയ്ക്ക് എന്തോ അസ്വസ്ഥത തോന്നുന്നു. ഉടനെ ആ റോബോട്ട് അതിനെ എടുത്ത് മസാജ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അതിന്റെ വായിൽ നിന്ന് ഹെഡ്സെറ്റ് തെറിച്ചു പോകുന്നു. ആ പൂച്ച റിലാക്സ് ആവുന്നു. പക്ഷെ റോബോട്ടിന്റെ ബാറ്ററി ലോ ആവുന്നു. അതൊരു ചാർജിംഗ് സോക്കറ്റിൽ കണക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഓഫ് ആവുന്നു. ആ പൂച്ച റോബോട്ടിന്റെ അടുത്തേക്ക് വരുന്നു. ആ റോബോട്ടിനെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ കയ്യിലിരുന്ന കാൻഡിയും എടുത്തുകൊണ്ട് പൂച്ച അവിടെ നിന്ന് പോകുന്നു.